വലിയ മരം മുറിക്കുവാൻ മരത്തോളം വലിപ്പമുള്ള കോടാലി ആവശ്യമില്ല. 2002 ദക്ഷിണ കൊറിയയിലും ജപ്പാനിലുമായി നടന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ അന്നത്തെ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ ടീമായ സെനഗൽ അട്ടിമറിച്ചതിനു ശേഷം അവരുടെ കോച്ച് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വാക്കുകളാണിത്. ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് അന്നത്തെ ഉദ്ഘാടന മത്സരത്തിൽ സെനഗൽ ഫ്രാൻസിനെ 1 ഗോളിന് അട്ടിമറിച്ചു. അതിനുശേഷം നിരവധി ചർച്ചകൾ ഫുട്ബോൾ ലോകത്ത് സെനഗൽ എന്ന ടീമിനെ കുറിച്ച് നടന്നു. പക്ഷെ പിന്നീട് ഒരിക്കൽ പോലും സെനഗൽ ഫുട്ബോൾ ടീമിന് ലോകകപ്പിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എന്നാൽ 2022 ലോകകപ്പ് ഖത്തറിൽ നടക്കുമ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് സെനഗൽ വീണ്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഈ ചരിത്രത്തിന് പിന്നിൽ അലിയോ സിസെ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് പങ്കുണ്ട്. 2002 ലോകകപ്പിൽ സെനഗൽ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ അവരുടെ ക്യാപ്റ്റനായി മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത് അലിയോ സിസെ ആയിരുന്നു. ഇന്ന് 2022 അവർ വീണ്ടും മറ്റൊരു പ്രീ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ അവരുടെ കോച്ചിന്റെ കുപ്പായത്തിലാണ് അലിയോ സിസെ നിലകൊള്ളുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രചോദനം നൽകുന്ന ഒരു കഥയാണ് അലിയോ സിസയുടെ. 2002 ആർക്കും അറിയാത്ത, എങ്ങും എത്തപ്പെടാത്ത ഒരു ടീമിനെ ക്വാർട്ടർ വരെ എത്തിച്ചതിൽ നിർണായകമായി പങ്കുവച്ചത് അലിയോ സിസെ എന്ന ക്യാപ്റ്റനായിരുന്നു. പക്ഷേ 2002 ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ഫൈനലിൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിവാദ നായകനായി തീരാനായിരുന്നു അലിയോ സിസയുടെ യോഗം. അതിനുശേഷം കോച്ചായി തിരിച്ചെത്തി 2019 വീണ്ടും ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ എത്തുമ്പോൾ അവിടെയും കിരീടം അകന്നു നിന്നു. എന്നാൽ 2021 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് സെനഗലിന് സമ്മാനിച്ചുകൊണ്ട് തന്റെ തിരിച്ചുവരവ് അലിയോ സിസെ ഗംഭീരമാക്കി. ഇപ്പോൾ മറ്റൊരു പ്രീ ക്വാർട്ടറിൽ സെനഗൽ എത്തി നിൽക്കുമ്പോൾ എത്ര ഉയരങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ അലിയോ സിസെ എന്ന കോച്ചിനാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഇവിടെയാണ് ഒരു പരിശീലകന്റെ പ്രാധാന്യം അറിയുന്നത്. നമ്മളെല്ലാവരും തന്നെ മത്സര പരീക്ഷകൾക്ക് ഒരുപാട് തയ്യാറെടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ തയ്യാറെടുപ്പുകൾക്കെല്ലാം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, നമുക്ക് കൃത്യമായ പരിശീലനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ആ പരിശീലനത്തിന്റെ കുറവാണ് പലപ്പോഴും നമ്മളെ വിജയങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. അപ്പോൾ വിജയങ്ങൾക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു പരിശീലകന്റെ ആവശ്യകത എല്ലാ കാലത്തുമുണ്ട് എന്നുള്ളതാണ് അലിയോ സിസയുടെ ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.